ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വാൽപ്പാറ എന്ന് പറയുന്നൊരു ഹിൽ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ പോകാനായിട്ട് നമ്മളൊരു 110 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. ഈ ആളിയാർ ഡാം എന്ന് പറയുന്ന ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്, അതിന് തൊട്ട് മുകളിലായിട്ട്. അപ്പോൾ ഈ ഡാമൊക്കെ എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് നല്ല വ്യൂ ഉള്ളതാണ്. കുറേ മലകളുടെ ഇടയ്ക്ക് ഡാം അങ്ങനെയാണല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ ഈ ഡാമിൻ്റെ ഫുൾ വ്യൂ നല്ല അടിപൊളി സൂപ്പറായിട്ട് കാണാൻ പറ്റും. അത് ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ഈ കാണുന്നത്. അപ്പോൾ പറ്റുന്നവരൊക്കെ, അതായത് ഈ പാലക്കാട് ഭാഗത്തുള്ളവരൊക്കെ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ കുറേ മങ്കീസും ഫാമിലീസും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസം അതൊക്കെ കാണാൻ. ഇവരിങ്ങനെ ഇരിക്കും. രസം മാത്രമല്ല, ഒരെണ്ണം ഞങ്ങളുടെ കാറിനകത്ത് വന്ന് കയറി പെട്ടെന്ന് ഈ ഫ്രണ്ടിലെ ഗ്ലാസ് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് കയറി പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ തുറന്നിറങ്ങി പെട്ടെന്ന് അങ്ങനെ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ട്രിപ്പും കൂടെ ആയിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ പോകുന്ന വഴിക്ക് മഴയുള്ള സമയം ആയതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ട് കാണാനായിട്ട്. അതായത് ഒരു സെക്കൻഡ് പോലും നമുക്ക് ബോറടിക്കില്ല. ഓരോ വ്യൂവും കാണാനായിട്ട് അടിപൊളിയായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ മുകളിലോട്ട് കയറി പോകുമ്പോഴത്തേക്കാണ് തേയിലത്തോട്ടം തുടങ്ങുന്നത്. തേയിലത്തോട്ടത്തിന് ഫുൾ തേയിലത്തോട്ടം അറിയാമല്ലോ, ഫുൾ തേയിലത്തോട്ടം എന്ന് വാട്ടർഫോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ തേയിലത്തോട്ടം. നല്ല രസമായിരുന്നു, അതും കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ കുറേ ദൂരം, ഒരു കുറേ ഏക്കറുകളോളം ഇത് തന്നെ. ഏകദേശം ഒരു 40 ഹെയർ പിൻ വളവുകളുണ്ട്. ഏകദേശമല്ല, 40 എണ്ണം ഉണ്ട്. 40 ഹെയർ പിൻ വളവ് കഴിഞ്ഞ് മുകളിലെത്തുമ്പോഴാണ് നമ്മൾ ഈ വാൽപ്പാറ സിറ്റിയിലെത്തുന്നത്. സിറ്റിയാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള സിറ്റി അതേ സെയിം തന്നെ. ഹൈ റേഞ്ച് ആണെങ്കിലും എല്ലാ സംവിധാനങ്ങളോടും കൂടിയിട്ടുള്ളൊരു സിറ്റിയാണ്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല വാൽപ്പാറ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും. ഈ ഞങ്ങൾ ചെന്ന സമയത്ത് ഒരു 1:30-2 ആ ഒരു സമയത്താണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷെ ആ സമയത്ത് നല്ല കോട ഇങ്ങനെ ഇറങ്ങി വരുന്ന ഇതായിരുന്നു. ഒരു നല്ല തണുപ്പ് എന്ന് വെച്ചാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പുള്ള, നമുക്ക് മറ്റേ സ്വെറ്റർ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടാതെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് തണുക്കും. ആ ഒരു ക്ലൈമറ്റായിരുന്നു. അതായത് 2 മണിക്ക് സമയത്തൊക്കെ നമ്മൾ ഇവിടെയൊക്കെ വെളിയിൽ നിൽക്കുവാണെങ്കിൽ വെയിൽ കൊണ്ട് പൊരിയും. പക്ഷെ അവിടെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ക്ലൈമറ്റ് മാത്രമല്ല, വ്യൂ ആണെങ്കിലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഒരൊറ്റ സെക്കൻഡ് പോലും നമുക്ക് കണ്ണടച്ചിരിക്കാൻ തോന്നില്ല. അങ്ങനെ കാടാണെങ്കിൽ കാടാണ്. നമ്മുടെ റോഡിൻ്റെ 2 സൈഡിലും കാട്, ഒരു സൈഡിൽ ഈ ഡാമിലോട്ടുള്ള വ്യൂ, അല്ലാണ്ട് ഈ മൗണ്ടെയ്ൻസ്, ഒരുപാട് മലകൾ കുന്നുകൾ ഒക്കെ കൂടെയുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. അപ്പോൾ ആരായാലും കണ്ണ് തുറന്നിരുന്ന് നോക്കിപ്പോവും. വണ്ടി ഓടിക്കുന്നവർക്ക് പോലും ഒരു സമാധാനം കിട്ടാത്തത്ര വ്യൂ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ ഇറങ്ങി കോടമഞ്ഞിൻ്റെ ഇടയ്ക്കൊക്കെ ഇറങ്ങി നല്ല ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സ്ഥലമുണ്ടല്ലോ, നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും ഫുള്ള് മേഘങ്ങൾ കൊണ്ട് മൂടി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒന്ന് തെളിഞ്ഞ് ഈ മലകളൊക്കെ കാണാൻ തുടങ്ങിയത്. ആ പോകുന്ന മഞ്ഞല്ല, കോട നമ്മൾ ഈ നല്ല മലയുടെ മുകളിൽ നമ്മുടെ അടുത്തൊക്കെ നിന്ന കോടയാണ്. നമ്മൾ ചെന്ന് അവിടെ ഇറങ്ങി വീഡിയോ ഓൺ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ മാറി പോകുന്നു. അതുപോലെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ വരുന്ന വണ്ടി കാണാനില്ല, അങ്ങനത്തെ തരത്തിലുള്ള കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അവരുടെ വാൽപ്പാറ എന്ന് പറയുന്ന ആ സിറ്റിയിലോട്ട് പോണ വഴിയാണ്. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഹോട്ടലുകളും ചെറിയ ചെറിയ ഹോട്ടലുകളും ഹോം സ്റ്റേയും ഒക്കെ ഉണ്ട്. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ അവർ വിളിക്കും ഒക്കെ. പിന്നെ അമ്പലം, പള്ളി, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും, പെട്രോൾ പമ്പ്, ATM, ബാങ്ക്, മൊബൈൽ കട, എല്ലാ കടകളും, ചെറിയ ചെറിയ കടകൾ, ഒക്കെ സംവിധാനമുള്ള ഒരു സിറ്റി തന്നെയാണ്. വ്യൂവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നല്ല ഹോട്ടൽസാണ് അവിടെയൊക്കെ ഫുള്ള്. ഹോട്ടൽസ്, ബേക്കറി അങ്ങനെ ഉള്ള, പിന്നെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്, സ്പൈസസ്, പിന്നെ അങ്ങനെ എല്ലാ സംവിധാനങ്ങളും. ടീയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളും 2 പേർ മേടിച്ച്, ചോക്ലേറ്റ്സ് മേടിച്ച്, സ്പൈസസ് ഒക്കെ മേടിച്ച്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ച്. കാണാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. സത്യമായിട്ടും നിങ്ങളൊക്കെ പോയി ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. ഈ തേയിലത്തോട്ടമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിവിടെ നെല്ലൊക്കെ നട്ടിങ്ങനെ നമ്മൾ കാണുമല്ലോ, ഇങ്ങനെ നേരെ നിരന്ന സ്ഥലങ്ങളിലല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, കുന്നും മലയൊക്കെ കയറി ഇങ്ങനെ
തേയിലത്തോട്ടം ഇങ്ങനെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണുന്നവർക്കറിയാം. പിന്നെ ഉച്ച ആയതുകൊണ്ട് നമ്മളൊന്നും കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ നൂഡിൽസും ചില്ലി ചിക്കനും കഴിച്ചു. പക്ഷേ ചില്ലി ചിക്കൻ വന്നപ്പോൾ ലേറ്റായി, അത് കാരണം വീഡിയോ എടുത്തില്ല. നൂഡിൽസിന് മാത്രമേ നമ്മൾ വീഡിയോ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ജസ്റ്റ് ഒന്ന് ആ സിറ്റിയിൽ കൂടെ ഒന്ന് ജസ്റ്റ് കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി വരികയാണ്. കാരണം രാത്രി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ വരാൻ. സർപ്രൈസായിട്ട് പോയതുകൊണ്ട് ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി തിരിച്ചിങ്ങ് പോന്നു. അവിടെ എല്ലാം ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം ഇത്രയും ദൂരത്തോട്ട് നമ്മൾ പോവില്ലേ, വേറെ വഴിയൊന്നുമില്ല, ഈ മലയും കുന്നുമൊക്കെ കയറി വേണം ഇവിടെ എത്താൻ. അപ്പോൾ ഇത്രയ്ക്ക് വികസനമൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരിക്കലും അല്ല. നല്ല അടിപൊളി സിറ്റിയാണ് അവിടെ. ഇതൊക്കെ ഹോട്ടലുകളും ഹോസ്പിറ്റലും അങ്ങനെ എല്ലാ സംവിധാനങ്ങളുമുള്ള കടകൾ ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഈ നാട്ടിൽ കിട്ടുന്ന എല്ലാ സംവിധാനവും ആ ഹൈ റേഞ്ചിലും ഉണ്ട്. പിന്നെ തിരക്കാണ്, നല്ല തിരക്കാണ്. കാരണം ഇപ്പോൾ സീസൺ സമയം ആയതുകൊണ്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു. വണ്ടിയിലാണെങ്കിലും കടകളിലാണെങ്കിലും ഫുഡ് കഴിക്കാൻ പോയപ്പോഴും നല്ല ഡിലേ ആയായിരുന്നു. ഭയങ്കര തിരക്കുമായിരുന്നു. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നെ ആൾക്കാർ വന്ന് ക്യൂ നിൽപ്പുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ നല്ല തിരക്കുള്ള ഒരിതായിരുന്നു. തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കും കാണാനൊക്കെ, തിരിച്ചിറങ്ങി വരുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കോട ഉണ്ടായിരുന്നു. കോട നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ദൂര സ്ഥലങ്ങളിലാണെങ്കിലും ഈ മലയുടെ മണ്ടയിലൊക്കെ ആണെങ്കിലും നല്ല കോട ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് വേസ്റ്റാണെന്ന് തോന്നില്ല, വന്നത് വേസ്റ്റായി പോയെന്ന് തോന്നില്ല. അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മളിങ്ങനെ വണ്ടിയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നിറയെ ആൾക്കാരിങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന, വീഡിയോ എടുക്കുന്ന, എന്നുവെച്ചാൽ അത്രയ്ക്ക് നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അടിപൊളി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാമെന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പർ സ്ഥലമാണ്. എൻ്റെ ഫോണിൻ്റെ ക്യാമറയുടെ പരിധിയിൽ ഉൾക്കൊള്ളുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല, അത് നേരിട്ട് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങിയപ്പം, അതായത് വണ്ടി ഓടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ വണ്ടി നിർത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മേഘമല്ല, കോട അവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ, നമ്മുടെ വണ്ടീൻ്റെ ഫ്രണ്ടിലൊക്കെ ആയി അങ്ങനെ അങ്ങ് മറിഞ്ഞു പോകും. ഇതാ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ഫുൾ കോടയാവും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും തെളിഞ്ഞിട്ട് നല്ല ഇതാവും, ക്ലിയറാവും, നല്ല ക്ലിയറായി വരും. അടിപൊളിയായിരുന്നു. ഇവിടെ ഫുൾ കോട മറഞ്ഞ് നിന്ന സ്ഥലമാണ്. ഇങ്ങനെ മാറി അങ്ങ് പോകും. അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഇങ്ങനെ കോട വരും, അത് നമ്മുടെ മുഖത്തൊക്കെ തട്ടി, ദേഹത്തൊക്കെ തട്ടി ഇങ്ങനെ അങ്ങ് മാഞ്ഞു പോകും. ഒരു ഭയങ്കര വലിയ ഫീലിംഗ് ആയിരുന്നു അത്. നല്ല തണുത്ത ഒരു കാലാവസ്ഥ, നല്ല തണുത്ത കാലാവസ്ഥയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച്, വണ്ടിയിൽ നിന്ന് കഴിക്കാനായിട്ട് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വണ്ടിയെടുത്ത് വീണ്ടും താഴോട്ട് ഇറങ്ങുമായിരുന്നു. ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 3, 3:30, 4 ആ സമയമാണ്, 4:30 ആ സമയമാണ്. പക്ഷെ എന്നാലും തണുപ്പ് വ്യൂവിനൊന്നും ഒരു കുറവില്ല. കാരണം ഈ മലയുടെ മണ്ടയിലൊക്കെ ഈ കോടയാണത്. അത് നമ്മളിവിടുന്ന് കയറുമ്പോഴേ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ്. ഇത് നമ്മൾ തിരിച്ച് താഴോട്ടിറങ്ങി വരുമ്പോഴത്തേക്കും ഈ കോടയെല്ലാം മാറിയിട്ടുള്ള മലയാണേ. അതും കാണാൻ ഓരോ ഇതും കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ കുരങ്ങന്മാർ, അതൊരു രക്ഷയില്ല, നിറയെ വെച്ചാൽ നിറയുണ്ട് കുരങ്ങന്മാർ. ഇഷ്ടം പോലെ. ഒരു വാട്ടർഫോളിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് ഞങ്ങളിങ്ങനെ വണ്ടി ഒന്ന് സ്ലോ ആക്കിയതേ ഉള്ളൂ. അപ്പോൾ ഒരു കുരങ്ങനുണ്ട് വണ്ടിക്കകത്തോട്ട് വന്ന് കയറി. ഞാൻ കുഞ്ഞുവാവേനെ എടുത്തിട്ട് പെട്ടെന്ന് വെളിയിലിറങ്ങി. അപ്പോഴത്തേക്ക് അത് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് ഇറങ്ങി പുറത്തോട്ടങ്ങ് പോയി. പിന്നെ ഈ പോകുന്ന വഴിക്ക് KSRTC അല്ല, തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബസ്സിൽ വരുന്നവരൊക്കെ ഈ കുരങ്ങന്മാർക്ക് ബജി, വട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ജനലിൽ കൂടെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം ഈ വണ്ടി പോകുമ്പം ഈ കുരങ്ങന്മാർ അതിൻ്റെ പിറകെയാണ് പോകുന്നത്. നമ്മൾ ഈ കുരങ്ങന്മാരെ കാണുമ്പോഴേ പിന്നെ ഗ്ലാസ് കയറ്റി ഇട്ടിട്ടാണ് വന്നത്. കാരണം ഈ കാറിൽ AC ഒന്നും ഇടേണ്ട ആവശ്യമില്ല, അത്രയ്ക്ക് നല്ല അടിപൊളി തണുത്ത ക്ലൈമറ്റാണ് അവിടെ. നമ്മുടെ കാറിൽ AC-നേക്കാളും ഭയങ്കര നല്ല തണുപ്പാണ്. ഇത് നമ്മൾ തിരിച്ചിറങ്ങി വരുമ്പോഴത്തേക്കുള്ള കയറിപ്പോയ അതായത് ഈ മലയുടെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ റോഡിൽ കൂടെ കയറിപ്പോയ ആ വ്യൂ ആണത്. പിന്നെ ഈ ഡാം കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഈ പാലക്കാട് ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ എവിടെ ഉള്ളവരാണെങ്കിലും
ഈ ഈ സമയത്ത്, അതായത് ജൂൺ ജൂലൈ ആ മാസങ്ങളിലൊക്കെ വന്ന് ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. കാരണം ഒരു രൂപ പോലും നിങ്ങൾക്ക് നഷ്ടമായിട്ട് വരില്ല. അത്രയ്ക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് ഇത്. ആ ഡാമാണ്, നമ്മൾ മുകളിൽ നിന്ന് എടുക്കുന്ന വ്യൂ ആണ് അത്. കാണാൻ വെച്ചാൽ അടിപൊളി വ്യൂ ആണത്. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് താഴോട്ട് ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഈ രാത്രിയിൽ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് സുഖമായിട്ട് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.